ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 160-ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഈ ദിവ്യമായ അവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ സങ്കീർത്തനവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പോലും വിശകലനം ചെയ്യുന്നതും അവയ്ക്ക് മറുപടി നൽകുന്നതുമാണെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ഈ പഠനത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. 39-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ പഠനവിധേയവും ധ്യാന വിഷയവുമാക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ചിരുന്നു. അതിലെ ആദ്യത്തെ വാക്യം ഒരു എപ്പിസോഡായി നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും പറഞ്ഞ സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് വീണ്ടും പറയുകയാണ്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. ഉരിയാടാതെ ഊമനായിരുന്ന ജീവിതാനുഭവത്തെപ്പറ്റി മുൻ സങ്കീർത്തനങ്ങളിലൊക്കെയും നമ്മൾ പല രീതിയിൽ കണ്ടു. ഇവിടെ വീണ്ടും പറയുകയാണ് അതിനോട് ചേർന്ന്, നന്മ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു. ഈ ഉരിയാടാതെ ഊമനായിരിക്കുന്നത് ചില സമയത്ത് നല്ലതാണെന്ന് നമ്മൾ വിവിധ ഭാഗങ്ങളിലായി ധ്യാനിച്ചു. അതിലേക്ക് ഞാൻ ആഴമായി പ്രവേശിക്കുന്നില്ല. എന്നാൽ നന്മ ഗണ്യമാക്കാതെ മൗനമായിരിക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് എത്രമാത്രം നിശബ്ദത പാലിക്കാൻ നമ്മൾ ആഗ്രഹിച്ചാലും കെട്ടുവിട്ടുപോകുന്ന ചില അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ അതാ പറയുന്നത്, നന്മ ഗണ്യമാക്കാതെ മൗനമായിരിക്കുക. അതായത് ക്രെഡിറ്റ് നോക്കാതെ, പ്രയോജനം നോക്കാതെ, ഞാൻ പറഞ്ഞേ പറ്റൂ എന്നുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചാൽ പോലും നിശബ്ദമായിരിക്കുന്ന ചില അനുഭവങ്ങളുണ്ടാകും. നമ്മൾ പറയത്തില്ല, ഈ പ്രേരണകൾ നമ്മൾ എത്രമാത്രം ചില കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് വിചാരിച്ചാലും അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങൂ. നമ്മൾ പറയത്തില്ലേ, വായിൽ കോലിട്ട് കുത്തുക എന്ന് പറയും, നാട്ടും പുറത്ത് പറയും. ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ചില തലങ്ങളുണ്ട്. അതായത് നമ്മൾ പറയത്തില്ല, എത്രമാത്രം നിശബ്ദമായിരുന്നാലും, പ്രാർത്ഥിച്ചിരുന്നാലും, മറുപടി പറയാതിരുന്നാലും, സഹിച്ചിരുന്നാലും അതിനെക്കൊണ്ട് പോലും മറുപടി പറയിപ്പിക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാരത പുരാണത്തിൽ നമ്മൾ കാണാറുണ്ട്, ചില മനീഷികളായ മനുഷ്യർ, സജ്ജനങ്ങൾ, അവർ ഭയങ്കര ഭക്തരാണ്. പക്ഷേ അവരെ പരീക്ഷിക്കാൻ തക്കവണ്ണം അസുരന്മാരായി, ബാക്കിയുള്ളവരായി, ദുഷ്ടമനുഷ്യരായി പലരും കടന്നു വരും. ചില കാര്യങ്ങളിലൊക്കെ ഈ സജ്ജനങ്ങൾ പോലും വീണുപോകും. നമ്മളുടെ പാരമ്പര്യത്തിലൊക്കെ നമ്മളിത് കാണാം. വേദപുസ്തകത്തിൽ യോബിനെ പരീക്ഷിക്കാൻ തക്കവണ്ണം സാത്താൻ ദൈവത്തോട് സംവേദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു സംവാദനമാണ്, ദൈവമേ, നീ അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്ട് നോക്ക്, അവൻ്റെ മക്കളെ ഒന്ന് പിടിക്കുക. അവൻ വീഴും. മക്കളെ പിടിച്ചിട്ട് വീണില്ല, അവസാനം ശരീരത്തിൽ പിടിച്ചു, എന്നിട്ടും വീണില്ല. അതായത് അത്രമാത്രമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും, മിണ്ടിയേ പറ്റൂ എന്നുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ പോലും നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലയോ, ചില സത്യങ്ങൾ നീ പറ, നിനക്ക് നന്മ കിട്ടും. ചില സമയത്ത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ പറയുന്നത്, സങ്കീർത്തനം പറയുന്നത്, സങ്കടം പൊങ്ങി വന്നു, പറയേണ്ടത് പറയാൻ പറ്റുന്നില്ല. അതായത് 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു,
എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ആരും ഉപദേശിച്ചിട്ടല്ല. അത്രമാത്രം നിയന്ത്രണം വഴിത്താരകളിലും സംസാരങ്ങളിലും ശൈലികളിലും വേണം. ആ ഒരു ശൈലി വന്നപ്പോഴത്തേക്ക് ഉരിയാടാതെ ഊമനായി മാറി സമൂഹത്തിൻ്റെ മുൻപിൽ നന്മ നോക്കാതെ പ്രയോജനം നോക്കാതെ മിണ്ടിയേ പറ്റൂ എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിശബ്ദത പാലിച്ചു. സങ്കടം കഠിനമായിട്ട് പൊങ്ങി വന്നു. ഈ നിശബ്ദമായി കരയുക എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അതായത് പറയാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്, പറയേണ്ട സമയത്ത് പ്രകടിപ്പിച്ചില്ലല്ലോ എന്നോർത്ത്, അത് ആഗ്രഹങ്ങളും വികാരങ്ങളും മോഹങ്ങളുമൊക്കെ ഒതുക്കി കഴിയുമ്പോൾ പൊങ്ങി വരുന്നൊരു സങ്കടമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ സങ്കടമെന്ന് പറയുന്നുണ്ടല്ലോ, ഈ വലിയ കത്തിയെരിയുന്ന തീയെ കെടുത്താനുള്ള ഒരനുഭവമാണ്. ഒരു അമർത്യതയുടെ ആത്മീക ഔഷധമായിട്ട് അത്തരമുള്ള ഒരു അനുഭവം മാറ്റപ്പെടുകയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണവും കർത്താവിൻ്റെ ബലിയും ആ ഒരു അനുഭവമായിരുന്നു. നിശബ്ദതയുടെ, സഹനതയുടെ ആ ഒരു വഴിത്താരയിലൂടെയാണ്, അത്തരത്തിലുള്ള മാവ് കൊണ്ടാണ് കർത്താവ് തൻ്റെ തിരുശരീര രക്തം എനിക്കും നിങ്ങൾക്കും പാനീയമായി ആഹാരമായിട്ട് നൽകിയത്. അതുകൊണ്ട് ആ കുർബാനയെപ്പറ്റിയും അമർത്യതയുടെ ഔഷധമെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ നിത്യതയിലേക്കുള്ള പ്രയാണമാണ്. സങ്കടം പൊങ്ങി വന്നു. എൻ്റെ നിങ്ങളുടെയും അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നേക്കാളും നിങ്ങൾ അനുഭവസ്ഥരാണ്. എന്തു വന്നാലും മിണ്ടാൻ പറ്റാതെ പോകുന്ന ഒരു അനുഭവം, നമ്മൾ പറയുന്നത് ആരും വിശ്വസിക്കാത്ത അനുഭവം, പറയാൻ സമ്മതിക്കാത്ത അനുഭവം, ഒരു വാക്ക് പറഞ്ഞാൽ 100 തെറി കേൾക്കുന്ന അനുഭവം, വീട്ടിലുള്ളവരും സമീപസ്ഥരുമൊക്കെ ഒറ്റപ്പെടുത്തുന്ന അനുഭവം. അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തോണം, അനുഭവത്തിൻ്റെ ശക്തിയേറിയ മൂർച്ചയിൽ ഒരു വലിയ ശക്തിയായി തിളങ്ങുന്ന ആയുധമായി നമ്മൾ മാറ്റപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ദാവീദ് രാജാവിനെ പ്രവാചകനായും നബിയായും പുരോഹിതനായും ഉയർത്തിയത് ആ ഒരു തലമാണ്, ആ ഒരു അനുഭവമാണ്. ചില സമയത്തെ നിശബ്ദത, നന്മ ഗണ്യമാക്കാതെ മിണ്ടാതിരുന്ന അനുഭവം, ശക്തമായി സങ്കടം പൊങ്ങി വന്നു. ഈ സങ്കടം എന്നുള്ളതിന് യഥാർത്ഥത്തിൽ വേദപുസ്തകം എഴുതപ്പെട്ട ഹീബ്രു ഭാഷയിൽ, സങ്കീർത്തനം ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. ഹീബ്രു ഭാഷയിൽ പറയുന്നത് വെറും സങ്കടം എന്നുള്ളതല്ല, ഒരു വലിയ ആത്മീക വികാരം, ഒരു വലിയ പശ്ചാത്താപത്തിൻ്റെ അനുഭവം, ഒരു വലിയ ആത്മശക്തി. അതായത് നമ്മൾ പറയത്തില്ലയോ, നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ആത്മശക്തി, ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ബലം. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വലിയ ശക്തിയുണ്ട് പ്രിയമുള്ളവരെ, ഒരു ബലമുണ്ട്. ഈ ബലം നമ്മൾ പറയത്തില്ല, ഈ തപോശക്തി എന്നൊക്കെ പറയത്തില്ലയോ, താപസന്മാരുടെ തപോശക്തി, വിശുദ്ധന്മാരുടെ വിശുദ്ധി, നിർമ്മലന്മാരുടെ പ്രവചനശക്തി, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കഴിവ്. ഈ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള ശക്തിയും പ്രവചിക്കാനുള്ള കഴിവും ആത്മീകമായി ആരാധിക്കാനുള്ള ബലവും ചുമ്മാതെ വരുന്നതല്ല. തോന്നുന്നത് പോലെ കാളം കൂളം പറഞ്ഞുകൊണ്ട് അലച്ചു വിളിച്ച് നടക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ശക്തിയല്ല അത്. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ബലമല്ല പുതിയ ഭാഷകൾ. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നത് അത് ഉദരപൂരണത്തിന് വേണ്ടിയാണ്. ഈ ഇങ്ങനെയുള്ള ശക്തിയും ബലമൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. തിരുവചനത്തിൽ മറുഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. മറുഭാഷയുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവം കൊടുക്കുന്ന ഭാഷയുണ്ട്, ദൈവം കൊടുക്കുന്ന പ്രവചനമുണ്ട്, ദൈവം കൊടുക്കുന്ന അത്ഭുത ശക്തിയുണ്ട്. അത് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് ഭൗതികമായി ജീവിക്കാൻ വേണ്ടി മാത്രം ഇതിനെയൊക്കെ കാണുന്നവർക്ക് കിട്ടുന്ന ശക്തിയൊന്നുമല്ല. അത് ദൈവത്തെ അറിയുന്ന, ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്ന വ്യക്തിത്വങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പവിത്രമായ ശക്തിയാണ്, ഒരു വലിയ ആത്മശക്തിയാണ്. അത് നമുക്ക് നേടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ ഉരിയാടാതെ ഊമനായിരിക്കണം, നന്മയെ ഗണ്യമാക്കാതെ നിശബ്ദമായിരിക്കണം. അപ്പോൾ സങ്കടം പൊങ്ങി വന്നു. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഈ നാവെടുത്ത് സംസാരിക്കുന്നതിന് മുൻപ് ചില പ്രോസസ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വായി തോന്നുന്നത് പറയുന്ന അനുഭവമല്ല. നാവെടുത്ത് സംസാരിക്കുന്നതിന് മുൻപ് പൊങ്ങി വന്ന സങ്കടം, പൊങ്ങി വന്ന ആത്മാവിൻ്റെ ശക്തി, തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നൊമ്പരങ്ങളെയും കത്തിച്ച് കളയുന്ന ഒരു ആത്മശക്തി. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ശക്തി നമുക്ക് ദൈവം തരും കേട്ടോ, എപ്പോഴും തരണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയത്തില്ലയോ, ചിലരോട് ചോദിക്കും, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? മോൻ പോയി,
ജീവിത പങ്കാളി തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നു. ചിലരോട് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഒന്നുമില്ല, എന്നാലും ആ സാധുവായ സ്ത്രീക്ക് സന്തോഷമായിരിക്കും. ഒന്നുമില്ലാത്ത പുരുഷന് ആത്മബലമായിരിക്കും. അവൻ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കും. കാരണം സഹനതയുടെ ജീവിതാനുഭവത്തിലൂടെ, നൊമ്പരത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ, പ്രാർത്ഥനയാകുന്ന അനുഭവത്തിലൂടെ അത്തരത്തിലുള്ള നൊമ്പരങ്ങളെയൊക്കെ അവൻ അതിജീവിച്ചു. പ്രിയമുള്ളവരെ, അവൾ അതിനെയൊക്കെ ആ ഒരു വലിയ താഴ്വാരങ്ങളെ, കൂരിരുൾ താഴ്വാരങ്ങളെ, മരണനിഴലിൻ്റെ താഴ്വാരങ്ങളെയൊക്കെ അതിജീവിച്ചു. അങ്ങനെയുള്ളവരാ പ്രവാചകന്മാരായിട്ട് മാറുന്നത്, അങ്ങനെയുള്ളവരാ നിർമ്മലന്മാരായിട്ട് മാറുന്നത്. ഇവിടെ പറയുന്നു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തി. ഈ ഹൃദയത്തിന് ചൂട് പിടിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിന്നറിയാവുന്ന ചൂടെന്ന് പറയുന്നത് ശരീരത്തിന് പിടിക്കുന്ന ചൂടിനെ പറ്റിയാണ്. പനിയും മറ്റും വരുമ്പോൾ ടെമ്പറേച്ചറിലുണ്ടാകുന്ന ആ ഒരു വേരിയേഷനെ സംബന്ധിച്ചാണ് നമുക്കറിയാവുന്നത്. ഇന്ന് അത് നോക്കാനുള്ള തെർമോമീറ്ററുകളുണ്ട്, അതിൻ്റെ അളവ് കോലുകളുണ്ട്. ഇത്ര ഡിഗ്രിയിൽ കൂടുതൽ ചൂട് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. അതെല്ലാം കണക്ക് കൂട്ടാൻ ഇന്ന് ലോകത്തിൽ ഇന്ന് പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു തെർമോമീറ്ററിന് അളക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, തീ കത്തിക്കാന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ആ ദിവ്യമായ പ്രകാശം എന്നിൽ കത്തിക്കണം. മോശ മുൾപ്പടർപ്പിലാണ് തീ കണ്ടത്, അല്ലാതെ മോശ അത്ഭുതത്തിൻ്റേതായ പന്താവിലല്ല. മോശ തീ കണ്ടത് ഏതെങ്കിലും ഒരു ദീപത്തണ്ടിലല്ല, വിളക്കിലല്ല, നിലവിളക്കിലല്ല, മറ്റ് ആകാശത്തിൽ കത്തിയെരിയുന്ന രീതിയിലല്ല. മോശ ദൈവിക പ്രകാശം കണ്ടത് മുൾപ്പടർപ്പിലാണ്. മുൾപ്പടർപ്പിൽ തീ കത്തുന്നത് മോശ കണ്ടു. മോശയ്ക്കൊരടയാളം കൊടുക്കുകയായിരുന്നു ദൈവം. മോശേ, നീ ഒരു കാര്യം പഠിച്ചു, ഈ മുൾപ്പടർപ്പ് കേവലമൊരു ചെടിയായത്, ഒരു വള്ളിപ്പടർപ്പാണ്. ഈ മുൾപ്പടർപ്പിന് ചുറ്റും തീ കത്തിയിട്ടും ആ മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നില്ല. അതെ, നീ ഒരു പുതിയ ഉത്തരവാദിത്വത്തിന് വേണ്ടി പോവുക. ഇസ്രായേലിനെ നയിക്കാൻ, ഫറവോനോട് പോരാടാൻ പോവാ നീ നിന്നെ തന്നെ ഒത്തിരി നിയന്ത്രിക്കണം. നീ ഓർത്തോ, നീ ഒരു പുൽച്ചെടിയാണ്, വേറുമൊരു ചെടിയാണ് നീ. നിൻ്റെ മുമ്പിൽ നീ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പോകുകയാണ്. പ്രതിസന്ധിയുടെ, വേദനകളുടെ അനുഭവങ്ങൾ. നിൻ്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റിക്കൊടുക്കും. ഫറവോൻ നിന്നെ കൊല്ലാൻ നടക്കും. അതിനേക്കാളും വേദനയായി സഹോദരങ്ങൾ പോലും നിനക്കെതിരെ കുറ്റപ്പെടുത്തും. പക്ഷേ ഇതാ നീ കണ്ടോ, മുൾപ്പടർപ്പിന് ചുറ്റും തീ കത്തിയിട്ടും ഈ മുൾപ്പടർപ്പ് കത്തിപ്പോകുന്നില്ല. അങ്ങനെയെങ്കിൽ നീയാകുന്ന മുൾപ്പടർപ്പിന് ചുറ്റും ഒരു വലിയ പ്രഭയുണ്ട്, ഒരു തീ കത്താൻ പോവാം. നീ കത്തിപ്പോകത്തില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവത്തിൽ ഓർത്തോ പ്രിയമുള്ളവരെ, നമ്മൾ മുൾപ്പടർപ്പുകളാണ്, കേവലം തൈച്ചെടികളാണ്. ഒരു കാറ്റടിച്ചാൽ ഒടിഞ്ഞു പോകുന്ന, ഒരു മഴ പെയ്താൽ, ശക്തിയായ മഴ പെയ്താൽ തകർന്നു പോകുന്ന ചെടികൾ. എത്രയോ തീകൾ നമ്മൾക്ക് ചുറ്റും ഇങ്ങനെ കത്തി. എന്നിട്ട് നമ്മളിന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കത്തിപ്പോകാതെ, തളർന്നു പോകാതെ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ധ്യാനിച്ച് നോക്കിക്കോ. ജീവിതത്തിൽ വന്ന ഓരോ പ്രതിസന്ധി കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലയോ, എങ്ങനെ ഞാനിതിനെ അതിജീവിക്കും? ഈ പിള്ളേരെ എങ്ങനെ വളർത്താൻ പറ്റും? ഈ കടം എങ്ങനെ വീട്ടും? ഈ രോഗം എങ്ങനെ മാറും? ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഞ്ചിരി വരും. നമ്മൾ അത്ഭുതം കൊണ്ട്, ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതാ. തളർവാദിയെ സൗഖ്യമാക്കുന്നതോ മരിച്ചവനോ ഉയർപ്പിക്കുന്നതോ ഇതൊന്നുമല്ല അത്ഭുതം. തിരിഞ്ഞു നിന്നൊന്ന് നോക്കണമെന്ന്. ഇന്ന് നമുക്കൊക്കെ അത്ഭുതമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? തളത്തി കിടത്തിയിട്ട് ദൈവം എഴുന്നേൽപ്പിക്കണം, അന്ധത തന്നിട്ട് കാശ് തരണം, ഇല്ലാതാക്കിയിട്ട് ദൈവം നടത്തണം. എന്നാൽ ഇത് വരാതെ, തളർച്ച വരാതെ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കത്തില്ല. മൗനിയാക്കാതെ സംസാരിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കത്തില്ല. അതേസമയം നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അത്ഭുതം കൊണ്ട് കൂറിപ്പോയേനേയും നാക്ക് അടപ്പിച്ച് കഴിഞ്ഞു, എന്നിട്ട് ദൈവം നാക്ക് സംസാരിപ്പിക്കുന്നു, അന്ധനാക്കുന്നു, എന്നിട്ട് കാശ് തരുന്നു. ഇപ്പോഴും നമ്മൾ ആലോചിച്ചോണം, നമ്മളെക്കാൾ കാശ് ശക്തിയും ബലവും ഉള്ളവർക്ക് കാശ് പോയി.
എന്തെല്ലാം അസുഖങ്ങളുണ്ട്. ഡയബറ്റിക്സായി, തളർവാദമായി, ജീവൻ തന്നെ പോയി. എന്നാലും ഒരാരോഗ്യവുമില്ലാത്ത, ഒരു രീതിയിൽ പറഞ്ഞാൽ ജന്മനാ പ്രശ്നങ്ങളുള്ള നമ്മൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ നമ്മളൊക്കെ ഇന്ന് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ടില്ലയോ പ്രിയമുള്ളവരെ? ദൈവം വലിയവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ധ്യാനത്തിങ്കൽ തീ കത്തുന്ന ഒരു വലിയൊരു അനുഭവമുണ്ട്. ഹൃദയത്തിന് ചൂട് പിടിക്കണം, ചൂടിൻ്റെ അനുഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ തീയ, നിരാശയുടെ തീയല്ല. ഇന്ന് നമ്മളിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീ എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെ തീയാണ്, നശീകരണത്തിൻ്റെ തീയാണ്, വേദനയുടെ തീയാണ്, ഭയത്തിൻ്റെ തീയാണ്. അതുകൊണ്ട് ഓർത്തോ, ഈ തീയെന്ന് പറയുന്ന അനുഭവത്തിന് രണ്ട് പ്രത്യേകതയുണ്ട്. ഒരേ സമയം തീയെന്ന് പറയുന്നത് ശുദ്ധീകാരിയാണ്, ഒരേ സമയം നശീകാരിയാണ്. ഇത് രണ്ടും അതിൻ്റെ അകത്തിലുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, തീയിൽ പുല്ല് വീണാൽ കത്തി എരിഞ്ഞു പോകും, എന്നാൽ തീയിൽ കാത്തി വെള്ളിയോ സ്വർണ്ണമോ ഇട്ടാൽ അതൊന്നുകൂടി പ്രകാശിതമാകും, ഒന്നുകൂടി അത് ഉരുകി ശക്തീകരിക്കപ്പെടും. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. അടിച്ചു പരത്താവുന്നതും വലിച്ചു നീട്ടാവുന്നതുമായിട്ടുള്ള ചില അനുഭവങ്ങൾ അതിലുണ്ടാകും. അതുള്ളിലെ തീയ. അതായത് സങ്കീർത്തനക്കാരൻ ഒരു പ്രവചനം പോലാണ് പറയുന്നത്. ഹൃദയപൂർവ്വം ഓർത്തോണം പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ പറയുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ ഓർത്തോണം. ശദ്രക്കിനെയും മേശക്കിനെയും അബേദനഗോയെയും തീയിൽ തള്ളിയിട്ടു. തീയിൽ തള്ളിയിട്ട് കഴിഞ്ഞെങ്കിലും അവരാ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ വെളിയിലുള്ള തീയെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു തീ നമ്മളുടെ മനസ്സിൽ എരിയുന്നുണ്ട്. അത് ശുദ്ധീകരണത്തിൻ്റെ തീയാകണം. മനസ്സിനെ മൊത്തം നശിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നുള്ള വിമോചനമാകണം. സ്നേഹത്തിൻ്റെ തീയാകണം, കരുതലിൻ്റെ തീയാകണം. വേദനയുടെയും അസ്വസ്ഥതയുടേതുമായിട്ടുള്ള ഒരു വലിയ ഭയത്തിൻ്റേതായിട്ടുള്ള ശീതളിമയിൽ കഠിനമായ തണുപ്പിൽ അകപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു തീയാകണം. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ശിമോൻ പത്രോസ് പോയിരുന്നത് ഉപദ്രവിക്കുന്നവർ കൂട്ടിയ തീക്കണ്ണത്തിൻ്റെ മുൻപിലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ അറിയത്തില്ല എന്ന് ശിമോൻ പത്രോസ് പറഞ്ഞത്. അവനെ ഞാൻ അറിയത്തേയില്ല, കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞു, ഒരു ബാല്യക്കാരത്തിൻ്റെ മുൻപിൽ തള്ളിപ്പറഞ്ഞു. കാരണം പരിഹാസികളുടെ തീ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിഹാസികളുടെ തീയിൽ നിന്നും വ്യത്യസ്തമായി ദൈവം കൊളുത്തുന്ന തീയ, അത് ഭൗതികതയുടെ തീയ. നമ്മൾ പറയാറില്ലയോ, ബലിവേദികളിൽ തീ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പഴയ പുരാണ കാലം തൊട്ട് തന്നെയുണ്ട്. ബലിക്കും യാഗത്തിനും അത് യഹൂദ ബലിക്കുണ്ടായിരുന്നു, ഗോത്രവർഗങ്ങളുടെയും വേദകാല പാരമ്പര്യത്തിൻ്റെയും ബലികൾക്കുണ്ടായിരുന്നു, കൂട്ടിയ തീ ഉണ്ടായിരുന്നു. അതേ തീ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ എരിയാനിടയാവുകയാണെങ്കിൽ അതൊരു ബലിവിഹിതമായിട്ട് മാറ്റപ്പെടുകയാണ്. നമ്മൾ ബലിവസ്തുക്കളായി മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുവാനുള്ള യാഗമായി മാറ്റപ്പെടുകയാണ്. ആ യാഗമായി മാറ്റപ്പെടുന്ന ദിവ്യമായ അനുഭവത്തിനുള്ള ഒരുക്കം ഞാൻ വീണ്ടും ഓർപ്പിച്ച് പറയട്ടെ, എല്ലാവർക്കും നാവെടുത്ത് സംസാരിക്കാനുള്ള അനുഭവമല്ല സുവിശേഷമെന്ന് പറയുന്നത്, അത്ഭുത പ്രവർത്തനമെന്ന് പറയുന്നത്. ചില നിയന്ത്രണങ്ങളിലൂടെ ദൈവം കൊടുക്കുന്ന ദിവ്യശക്തിക്ക് വിധേയപ്പെട്ട് സ്വയം കത്തിയെരിഞ്ഞ് ആത്മതപസ്സാൽ നിറയുന്ന അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, പണ്ടത്തെ മാമുനിമാരെക്കുറിച്ച് പറയുന്നത്, തപസ്സിൻ്റെ അനുഭവം കൂടുന്തോറും, നിശബ്ദത കൂടുന്തോറും പ്രകാശിതമാകും. അതുകൊണ്ടാണ് ചില ദൈവമക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ മുഖത്ത് നോക്കുമ്പോഴേ അറിയാം, ഒരു പ്രകാശിതമാകും. നമ്മൾ ഓർത്തോണം, പാലും പാലുൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും നട്ട്സും ഫ്രൂട്ട്സും ഒന്നും വെട്ടി വിഴുങ്ങിയാലൊന്നും ആ പ്രകാശം എല്ലാവർക്കും കിട്ടത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾക്കും യഥാർത്ഥ പ്രകാശം കിട്ടും. അതിനുവേണ്ടി എന്താ പറയുന്നത്, ഫേസ് വാഷൊന്നും ഒത്തിരി ഉപയോഗിക്കണ്ട, ആഡംബര വസ്തുക്കൾ ധരിക്കണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി സുഗന്ധ ലേപനങ്ങൾ ഒത്തിരി പൂശണ്ട. ഈ സുഗന്ധലേപനങ്ങൾ പൂശുന്ന സുഗന്ധത്തെക്കാളും ദൈവികമായി ജീവിക്കുന്നവർക്കൊരു വെളിച്ചം കിട്ടും, ഒരു പ്രകാശം കിട്ടും, ഒരു സുഗന്ധം കിട്ടും. ആ പ്രകാശിത വലയത്തിലേക്ക് നമ്മൾ പോകണം. ആ പ്രകാശിത വലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴുണ്ടല്ലോ, ഹൃദയത്തിൽ ചൂട് പിടിച്ച് കഴിയുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ആരെയും സുഖിപ്പിക്കാനല്ല, ആരെയും തൃപ്തിപ്പെടുത്താനല്ല, എന്തെങ്കിലും കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടല്ല, അതിനപ്പുറമായി പറയും. അവർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ പറയുന്നത് പ്രവചനമാകും, അവർ പറയുന്നത് ദർശനമാകും, അവർ പറയുന്നത് സാക്ഷ്യങ്ങളാകും. ആരും കാണാത്തതും കേൾക്കാത്തതും അറിയാത്തതും ദൈവമക്കൾ സാക്ഷിക്കും.
ആ സാക്ഷ്യത്തിൻ്റെ നിറവിലേക്ക് ഓരോ വിശ്വാസികളും ഓരോരുത്തരും കടന്നു വരണം. ഇവിടെ ദാവീദ് നാക്കെടുത്ത് സംസാരിച്ചത് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, ഒരു കാര്യമാണ് പറയുന്നത്. യഹോവേ, എൻ്റെ അവസാനത്തെക്കുറിച്ചും എൻ്റെ ആയുസ് എത്ര എന്നതിനെക്കുറിച്ചും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ദാവീദ് അത്രത്തോളം മിണ്ടാതിരുന്നിട്ട് ഉള്ളിൽ ചൂട് പിടിച്ച് ധ്യാനത്തിങ്കിൽ തീ കത്തി അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സംസാരിച്ച സംസാരം എന്താണെന്നറിയാമോ? ദൈവമേ, എനിക്ക് അതുതാ ഇതുതാന്നൊന്നും അല്ല പറഞ്ഞത്, മറ്റത്ഭുതങ്ങളൊന്നുമല്ല, അവനെന്ത് സംഭവിക്കുമെന്നല്ല, എന്നെ ഉപദ്രവിക്കുന്നവനെപ്പോൾ ശിക്ഷ കിട്ടുമെന്നല്ല, അവൻ മുടിഞ്ഞു പോകണമെന്നല്ല, ഒറ്റ കാര്യമാണ് പറഞ്ഞത്. യഹോവേ, എൻ്റെ അവസാനത്തെക്കുറിച്ചും എൻ്റെ ആയുസ്സും എത്ര എന്നതിനെക്കുറിച്ചും എന്നെ അറിയിക്കണമേ. എന്നിട്ട് തുടർന്നും പറയുന്നു, നമ്മൾ ഓർക്കും, എടാ, ഈ പ്രവാചകൻ ചോദിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എത്ര നാൾ ജീവിച്ചിരിക്കണം, എപ്പോൾ പോകണം, എങ്ങനെയാകണമെന്നൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എന്നിട്ട് ദാവീദ് തുടർന്ന് പറയുന്നു, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. കാരണം എൻ്റെ ആയുസ് എത്ര ആണെന്നും എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുമെന്നുമൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം. കാരണം ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. അല്ലാതെ നീ 100 വർഷം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ 150 വർഷം ജീവിച്ചിരുന്ന് ഭാഗ്യവാനെന്ന് പറയാനല്ല. അയ്യോ, ഞാൻ ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ അതൊന്നുമില്ല. 150 വർഷം എന്ന് പറയുന്നത് 1000 വർഷം ഇന്നലെ രാത്രി കഴിഞ്ഞു പോയ രാത്രി പോലെയുള്ളൂ. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും പറയുന്ന രാത്രിയിലെ ഒരു യാമം പോലെയുള്ളൂ. അപ്പോൾ 1000 വർഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഒരു യാമം പോലെയുള്ളെങ്കിൽ 150 വർഷമാണെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട്? കേവലം മിനിറ്റുകൾ മാത്രം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. അതാണ് പ്രവചനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അതാ വെളിപ്പാടുകളുടെ ശക്തി എന്ന് പറയുന്നത്. അതാ വെളിപ്പാടുകളുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിലൂടെ എൻ്റെ ക്ഷണികത്വം എന്താണെന്ന് തിരിച്ചറിയുകയാണ്. അതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിൽ എത്ര പ്രവാചകന്മാർക്കും ദൈവദാസന്മാരെന്ന് പറയുന്നവർക്കും ആ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ട്? പ്രിയമുള്ളവരെ, നാക്കെടുത്ത് സംസാരിച്ചത് ധ്യാനത്തിങ്കൽ തീ കത്തി ഉള്ളിൽ ചൂട് പിടിച്ച അതിവിശുദ്ധിയുടെ തലത്തിലേക്ക്, തപോബലത്തിലേക്ക് എത്തിയ ദൈവദാസൻ പറയുകയാണ്, ദൈവപുരുഷൻ പറയുകയാണ്, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയാൻ തക്കവണ്ണം എൻ്റെ ആയുസ്സിനെ ഒന്ന് കാണിച്ചു തരണമേ. നമ്മളും പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. എൻ്റെ ദൈവമേ, ഞങ്ങൾ എത്ര ക്ഷണികന്മാരാണ്. ഇനിയും കുറച്ച് നാളൊക്കെ ഈ ലോകത്തിലുള്ളൂ, ഞങ്ങൾക്ക് തന്നെ അറിയാം. അത് കാണിച്ചു തരാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്, കുറച്ച് നാളേ ഉള്ളൂ. നമ്മളുടെ ക്ഷണികത്വം മനസ്സിലാക്കണം, അഹങ്കാരം മാറ്റണം. നമ്മളിന്ന് ഓർത്തോണം, പലവിധമായ പുതിയ പുതിയ ഫിനാൻഷ്യൽ പോളിസികളിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എക്കണോമിക് പോളിസികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 15 വർഷം കഴിഞ്ഞാൽ ഇത്ര കിട്ടും, 10 വർഷം കഴിഞ്ഞാൽ ഇത്ര കിട്ടും, ലക്ഷങ്ങൾ കോടിയാകും, കോടികൾ അതിനപ്പുറമാകും. നമ്മളിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. ഞാൻ എത്ര ക്ഷണികനെന്നറിയുമാറാകട്ടെ. യഥാർത്ഥ പഠനവും യഥാർത്ഥ ധ്യാനവും അതായത് പ്രാർത്ഥനയിലൂടെ ദൈവകരുണയിൽ സങ്കേതപ്പെട്ട് എൻ്റെ ക്ഷണികത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരനുഭവം. ഇതാ, നീ എൻ്റെ നാളുകൾ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, ഏതു മനുഷ്യനും ഒരു ശ്വാസം അത്രേ. നീ എൻ്റെ നാളുകൾ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ നാളുകൾ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അതായത് സങ്കീർത്തനക്കാരനൊരു വലിയ മാത്തമാറ്റിക്കൽ ഫോമുല അവിടെ അവതരിപ്പിക്കുക. എൻ്റെ നാളുകളെ 4 വിരൽ നീളം. നമ്മൾ വിരലൊന്ന് എടുത്ത് നോക്കിക്കേ, 4 വിരലുകളുടെ നീളം എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ഈ എല്ലാവരും ഒരു വിരലിൻ്റെ നീളമെന്ന് പറയാൻ നമുക്കറിയാം, ആ നടുക്കത്തെ വിരലിനേ ഉള്ളൂ നീളക്കൂടലുള്ളത്. കൊച്ചു വിരലിൻ്റെ നീളം, അണിവിരലിൻ്റെ നീളം, മധ്യവിരലിൻ്റെ നീളം, രണ്ടാമത്തെ വിരലിൻ്റെ നീളം, തള്ളവിരലിൻ്റെ നീളം. നമ്മൾ പഴയ കാലത്ത് പറയും, ഓരോ വിരലെടുത്തിട്ട് അപ്പൻ, അമ്മ, ഇച്ചൈ, ചേട്ടൻ, അനിയൻ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. 4 വിരലിൻ്റെ നീളം എന്ന് വെച്ചാൽ ഈ ആയുസ്സിനൊരു നിശ്ചിത അവസ്ഥയില്ല പ്രിയമുള്ളവരെ, അത് കയറി ഇറങ്ങിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. 4 വിരൽ നീളം എന്ന് വെച്ചാൽ ഉയർച്ച താഴ്ചകളൊക്കെ ആയുസ്സിലുണ്ട്, അല്പത്തേക്ക് മാത്രമേ ഉള്ളൂ. ഒരു വിരലിൻ്റെ നീളമെന്ന് വെച്ചാൽ ഓർത്തോ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഡിവൈൻ ഫോമുല മാത്തമാറ്റിക്സ് ഉണ്ട്, മുമ്പേ പറഞ്ഞില്ലയോ, 1000 സംവത്സരം പോലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു രാത്രി പോലെയുള്ളൂ, രാത്രിയുടെ ഒരു യാമം പോലെയുള്ളൂ. ഈ വിരലുകൊണ്ട് കണക്കാക്കാവുന്ന അളക്കാവുന്ന ആയുസ് നമ്മളുടെ വിരലുകളിൽ നമ്മൾ കൈകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഓരോ വിരലിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ട് ആ വിരലിൽ ഒരു വേർതിരിവ് കാണുന്നുണ്ട്. മൂന്ന് മടക്ക് പോലെ നമ്മൾക്ക് കാണപ്പെടാൻ പറ്റുന്നുണ്ട്. മടക്കുകളായി അടയാളങ്ങളായിട്ടുണ്ട്. 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. സ്ഥിരതയില്ലാതെ ഉയർച്ച താഴ്ചകളുള്ള ചില അനുഭവങ്ങൾ, അതിൽ വെട്ടും തിരുത്തലുകളുമുള്ള ഒരു കയ്യിൽ തന്നെ നമ്മൾ നോക്കിക്കോ, എത്രയോ രേഖകളുള്ള വിരലുകൾ. അതേ, ജീവിതത്തിനും ചില രേഖകളും താളങ്ങളുമൊക്കെയുണ്ട്. ചിലതിനൊക്കെ മടക്കുകളുണ്ട്, ചിലത് നിവർന്നിരിക്കണം, മടക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട്. ഈ ജീവിതം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വിരലിൽ പറഞ്ഞിരിക്കുന്ന ആയുസ്സിൻ്റെ കണക്ക് പോലെ ചില മടക്കുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിവർത്തണം. ഈ 4 വിരലുകൾ ചേർത്ത് ദൈവസന്നിധിയിൽ കൂപ്പണം. ആരാധനയുടെ അനുഭവമാകണം. അത് നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത് ആരാധനയുടെ ഒരു അനുഭവമാണ്, പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ്, ദൈവം തന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഇതുകൊണ്ട് നന്മ ചെയ്യുക. വിരലുകൾ 4 വിരൽ നീളം, അതായത് ഈ വിരലുകൾ കൊണ്ട് ചെയ്യാവുന്ന അനുഭവം. ദൈവം വിരലുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചു, വിരലുകൊണ്ട് നമ്മളെ രൂപപ്പെടുത്തി, സ്വന്തം വിരലുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിരലുകൊണ്ട്, ദൈവത്തിൻ്റെ വിരലിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ സൃഷ്ടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന അനുഭവം, അനുഗ്രഹിക്കുന്ന അനുഭവം, ഉയർച്ച താഴ്ചകളുള്ള അനുഭവം, കൂപ്പുന്ന അനുഭവം, മടക്കുന്ന അനുഭവം, ഇതിലൂടെയൊക്കെ കടന്നു പോകണം. ദൈവം തമ്പുരാൻ തൻ്റെ വലങ്കരം നീട്ടി ഏവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.